മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. വീണ്ടും ഉയരുന്ന യുദ്ധഭീതിയിൽ ആശങ്കകൾ അറിയിച്ച് മാർപ്പാപ്പ. മധ്യപൂർവേഷ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുനരാരംഭിച്ച യുദ്ധത്തിന്റെ വാർത്തകളിൽ പാപ്പ ആശങ്കകൾ രേഖപ്പെടുത്തുകയും ഒരിക്കൽ കൂടി സമാധാനത്തിനു വേണ്ടി ചർച്ചകൾ നടത്തുവാൻ ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുകയും ചെയ്തു. ഒരു കരാറിന്റെ അസ്തമിച്ച പ്രതീക്ഷകളെ തുടർന്ന് US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചതും ലെബനനിലെ പ്രതിസന്ധിയും ഏറെ ദുരിതങ്ങൾ വിതയ്ക്കുന്ന മധ്യപൂർവേഷ്യയിലെ സ്ഥിതികളെക്കുറിച്ചും ഉക്രൈനിലെ ഖാർക്കിവ്, ഡിനിപ്രോ, കീവ്, ഒഡേസ എന്നിവിടങ്ങളിൽ സമീപ ദിവസങ്ങളിൽ നടന്ന തീവ്രമായ ആക്രമണങ്ങളെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് പാപ്പ തന്റെ ഉത്കണ്ഠ പ്രത്യേകം രേഖപ്പെടുത്തി. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 73-ാം ഓർമ്മ പെരുന്നാൾ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുണ്യപിതാവായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 73-ാം ഓർമ്മ പെരുന്നാൾ 2026 ജൂലൈ 15-ന് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ വെച്ച് ആഘോഷിച്ചു. ജൂലൈ 1 മുതൽ 14 വരെ അഭിവന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും നേതൃത്വത്തിൽ സന്ധ്യാനമസ്കാരവും വിശുദ്ധ കുർബാനയും കബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടത്തപ്പെട്ടു. ജൂലൈ 14 വൈകിട്ട് തീർത്ഥാടന പദയാത്രയ്ക്ക് സ്വീകരണവും സന്ധ്യാനമസ്കാരവും ആഘോഷമായ മെഴുകുതിരി പ്രദക്ഷിണവും കബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടത്തപ്പെട്ടു. മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. പുണ്യവാനെ മധ്യസ്ഥം തേടും. തുടർന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറാൻ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായും CBCI പ്രസിഡന്റും ഹൈദരാബാദ് ആർച്ച് ബിഷപ്പുമായ അത്യഭിവന്യ കർദിനാൾ ആന്റണി പൂള പിതാവും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ മറ്റു പിതാക്കന്മാരും ചേർന്ന് സഭാമക്കൾക്ക് ശ്ലൈഹിക ആശീർവാദം നൽകി. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അനുഗ്രഹീതമായ ഈ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ പരേതരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കുറവുകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ഹോശോ വബ്കുലസ്ബാൻ ലവൽമീൻ. ഓർമ്മ പെരുന്നാൾ ദിനമായ ജൂലൈ 15-ന് മൊറാൻ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിലും സഭയിലെ മറ്റു പിതാക്കന്മാരുടെയും വൈദികരുടെയും സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അത്യഭിവന്യ കർദിനാൾ ആന്റണി പൂള വചന സന്ദേശം നൽകുകയും ചെയ്തു. Venerable Mar Ivanios stands before us as one who answered this question through the testimony of his life. An extraordinary life, deeply rooted in prayer, inspired by the gospel and dedicated to the unity and mission of the church. He was an outstanding visionary whose vision continues to inspire the faithful not only in India
but throughout the universal church. The faithful servant is one who remains vigilant, responsible, and committed to the mission entrusted by the Master. Such a servant does not seek personal glory or comfort, but faithfully carries out God's will, even when the path is difficult and uncertain. Mar Ivanios embodied this spirit throughout his life. He accepted God's call with courage and dedicated himself entirely to the renewal of the church. നാം എല്ലാവരും അനുഗ്രഹീതമായ ഒരു ഓർമ്മ പെരുന്നാളിൽ വിശേഷിച്ചും നമ്മെ സംബന്ധിച്ച് സഭയുടെ പുണ്യപിതാവ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവെന്ന സൂര്യ തേജസ്സിൻ്റെ വലിയ അനുഗ്രഹീതമായ ശുശ്രൂഷയെക്കുറിച്ച് കൃതജ്ഞതയോടെ ഓർത്ത് ഇപ്പോൾ പരിശുദ്ധ പിതാവായിരിക്കുന്ന സ്വർഗീയ ഇടത്തെക്കുറിച്ച് നന്ദി പറഞ്ഞ് പരിശുദ്ധ സഭയിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് തീവ്രമായ പ്രാർത്ഥനകൾ സമർപ്പിച്ച് നാം ഒരുമിച്ച് ആഘോഷിക്കുകയാണ്, ഒരുമിച്ച് കൂടി വന്ന കർത്താവിന് നന്ദി പറയുകയാണ്. And we have been extremely grateful to the presence of His Eminence Cardinal Anthony Bula, the President of the Catholic Bishops' Conference of India and the Metropolitan Archbishop of the Archdiocese of Hyderabad, who has come all the way amidst his busy schedule to be with us and to bless us. He has gone through the life of Venerable Mar Ivanios, and he has prayed over the historical journey that our Pidav made, and he brought to us a very inspiring message in his homily. തുടർന്ന് കവറിങ്കൽ ധൂപപ്രാർത്ഥനയോടുകൂടെ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 73-ാം ഓർമ്മ പെരുന്നാൾ സമാപിച്ചു. 46-ാമത് തീർത്ഥാടന പദയാത്ര സമാപിച്ചു. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 73-ാം ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് 46-ാമത് തീർത്ഥാടന പദയാത്ര നടത്തപ്പെട്ടു. ജൂലൈ 10-ന് പത്തനംതിട്ട റാന്നി പെരുന്നാട് കുരിശുമല ദേവാലയത്തിൽ നിന്ന് തുടക്കമായ പദയാത്ര ജൂലൈ 14-ന് പട്ടം സെന്റ് മേരീസ് മേജറാർക്കിയ പാർക്കിൽ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്ന കബർ ചാപ്പലിൽ എത്തിച്ചേരുകയും മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ പദയാത്രയെ സ്വീകരിക്കുകയും ചെയ്തു. മൂവാറ്റുപുഴ ഭദ്രാസനത്തിന്റെ തീർത്ഥാടന പദയാത്ര ജൂലൈ 7-ന് മൂവാറ്റുപുഴ കത്തീഡ്രലിൽ നിന്നും, മാവേലിക്കര ഭദ്രാസനത്തിന്റെ തീർത്ഥാടന പദയാത്ര ജൂലൈ 9-ന് ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവിന്റെ ജന്മഗൃഹമായ മാവേലിക്കര പുതിയകാവ് പണിക്കർ വീട്ടിൽ നിന്നും, തിരുവല്ല അതിഭദ്രാസനത്തിന്റെ തീർത്ഥാടന പദയാത്ര ജൂലൈ 9-ന് തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലിത്തൻ കത്തീഡ്രലിൽ നിന്നും, മാർത്താണ്ഡ ഭദ്രാസനത്തിന്റെ തീർത്ഥാടന പദയാത്ര ജൂലൈ 12-ന് മാർത്താണ്ഡം ക്രിസ്തുരാജ കത്തീഡ്രലിൽ നിന്നും, പാറശാല ഭദ്രാസനത്തിന്റെ തീർത്ഥാടന പദയാത്ര ജൂലൈ 13-ന് പാറശാലയിൽ നിന്നും ആരംഭിച്ച് ജൂലൈ 14-ന് കബറിങ്കിൽ എത്തിച്ചേരുകയും ചെയ്തു. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും നിന്നുള്ള ഭദ്രാസനങ്ങളുടെ പദയാത്രകളും ജൂലൈ 14-ന് കബറിങ്കിൽ സമാപിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനമായ MCYM സഭാതല സമിതിയാണ് 46-ാമത് തീർത്ഥാടന പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.